പ്രിയക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തെപ്പറ്റി പിതാക്കന്മാർ പ്രതിപാദിക്കുന്നത് ഓരോ ദിവസവും ഓരോ മൈൽ ദൈർഘ്യമുള്ള യാത്ര എന്നാണ്. 50 മൈൽ ദൈർഘ്യമുള്ള 50 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന്. കർത്താവിൻ്റെ മനുഷ്യാവതാര കാലഘട്ടത്തിൻ്റെ പരശുശ്രൂഷ ആരംഭത്തിൽ നിർവഹിച്ച 40 ദിവസത്തെ മരുഭൂമിയിലെ പിതാവാം ദൈവമാണ് സംസർഗത്തിൻ്റെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങൾ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കുന്ന തൻ്റെ ന്യായവിധികളും ക്രൂശുമരണവും കബറടക്കവും ഇതിൻ്റെ എല്ലാം മകുടമായുള്ള ഉയർപ്പ് പെരുന്നാൾ ഇന്ന് നാം ആചരിക്കുന്നു. ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്. BC-യുടെ നൂറ്റാണ്ടിലും കർത്താവിൻ്റെ കാലഘട്ടത്തിലുമൊക്കെയായിട്ട് അനേകം മതങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട്. ഓരോ മതങ്ങൾക്കും മതസ്ഥാപകരുണ്ട്. എന്നാൽ ഒരു മതസ്ഥാപകനും ഇന്നുവരെയും അവകാശപ്പെട്ടിട്ടില്ലാത്ത അവകാശമാണ് കർത്താവ് തന്നിരിക്കുന്ന അവകാശം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അത് താൻ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, താൻ പല മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അത്ഭുതം മാത്രമല്ല, താൻ തന്നെയും മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പ് താൻ വിശ്വസിക്കുന്ന സകലർക്കും താൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ മതസ്ഥാപകൻ നസ്രായനായ യേശുക്രിസ്തു മാത്രമാണ്. അതാണ് മറ്റ് മതങ്ങളിൽ നിന്നും മതസ്ഥാപകരിൽ നിന്നും യേശുക്രിസ്തുവിനെയും ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ മതത്തെയും മാറ്റി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. വിശുദ്ധ സുവിശേഷങ്ങളുടെ എല്ലാ സുവിശേഷങ്ങളും വായിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തെപ്പറ്റിയും കബറടക്കത്തെപ്പറ്റിയും പുനരുത്ഥാനത്തെപ്പറ്റിയുമൊക്കെയുള്ള പരാമർശങ്ങൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ സുവിശേഷങ്ങളിൽ വ്യത്യസ്തങ്ങളായ രീതികളിലാണ് ആ ഉയർപ്പിൻ്റെ പരാമർശം രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുന്നതിന് വേണ്ടി അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് പോകുന്ന വിശുദ്ധ സ്ത്രീകൾ, അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ, ആ ദൂതൻ അവർക്ക് നൽകുന്ന സന്ദേശം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന സന്ദേശം, ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം. ഉയർപ്പിൻ്റെ സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശമാണ്. ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിൻ്റെ പിടിക്കപ്പെടലിൽ, തങ്ങളുടെ ഗുരുവിൻ്റെ നിര്യാണത്തിൽ, തങ്ങളുടെ ഗുരുവിൻ്റെ കബറടക്കത്തിൽ ഒക്കെ ഭയപ്പെട്ട് ദുഃഖിതരായി അവർ ഓടി അകലുന്നു. ഈ ഓടി അകലുന്നവർക്ക് ഭയപ്പാടിൻ്റെ ദിവസങ്ങൾ മാറി സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കൂടിവരവിൻ്റെയും ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത്. ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസമായി ഈ ഞായറാഴ്ച ദിവസം ഉയർപ്പ് ദിവസം ഒന്നാം ദിവസമായി മാറ്റപ്പെടുന്നു. യേശു തമ്പുരാൻ ശിഷ്യന്മാർ പറയുന്നു, നിങ്ങൾ ഗലീലായിലേക്ക് ചെല്ലുവീൻ, അവിടെ നിങ്ങൾ എന്നെ കാണും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു സൂചനയാണ്, ഒരു നിർദ്ദേശമാണ്. നിങ്ങൾ ഗലീലായിലേക്ക് പോകുവീൻ, അവിടെ നിങ്ങൾ എന്നെ കാണാൻ സാധിക്കുമെന്ന്. സുവിശേഷങ്ങളുടെ ആരംഭഭാഗത്ത് കർത്താവിൻ്റെ പരശുശ്രൂഷ ആരംഭിക്കുന്നത്
ഗലീല കടൽപ്പുറത്തു നിന്നുമാണ്. പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ ഓരോരുത്തരായി കർത്താവ് വിളിച്ചു ചേർക്കുന്നു. ഒരു പുതിയ ദൗത്യത്തിലേക്ക്, പുതിയ തൊഴിലിലേക്ക് കർത്താവ് ഗലീലായിൽ നിന്നും അവരെ വിളിച്ചു ചേർത്തുവെങ്കിൽ ഗലീലായിൽ ഒരു പുതിയ ജീവിതയാത്ര ആരംഭിക്കുന്നു. കർത്താവിൻ്റെ മിഷൻ ഗലീലായിൽ ആരംഭിക്കുന്നു. 3.5 ആണ്ടുകൾ നീണ്ടുനിന്ന ആ യാത്ര ഗലീലായിൽ നിന്നും കഫർന്നഹൂമിലൂടെ, നസ്രത്തിലൂടെ, യഹൂദ്യയിലൂടെ, ശമരിയയിലൂടെ, യെരുശലേമിലൂടെ ഒക്കെ സഞ്ചരിച്ച് അവൻ യെരുശലേമിൽ തൻ്റെ യാത്ര അവസാനിക്കുന്നത് കാൽവറിയിൽ ഗോകുൽത്തായിലാണ്. ആ ഗോകുൽത്തായിൽ കർത്താവിൻ്റെ യാത്ര, അവൻ്റെ അന്ത്യം സംഭവിച്ച് ആ യാത്ര, ഈ ലോകത്തിലെ യാത്ര അവസാനിക്കുന്നുവെങ്കിൽ ആ കർത്താവ് തൻ്റെ ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങൾ ഗലീലയിലേക്ക് പോകുവിൻ, അവിടെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന്. ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൻ്റെ പൂർത്തീകരണം എന്നതുപോലെ ഗലീലായിൽ നിന്നും ആരംഭിച്ച ഒരു മിഷൻ, അത് 3.5 ആണ്ടുകൾ നീണ്ടു നിന്ന ആ യാത്ര സഞ്ചരിച്ച് ഒടുവിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഗലീലയിലേക്ക് തന്നെ ചെല്ലുവിൻ, അവിടെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. അവിടെ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പുതിയ ദൗത്യം അവരെ ഫലമേൽപ്പിക്കുന്നു. അവർക്ക് ചുമതലകളും ഉത്തരവാദിത്വങ്ങളും കൊടുക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി സകലരെയും എൻ്റെ ശിഷ്യന്മാരാക്കുമെന്നുള്ള പുതിയ ഭരമേൽപ്പിക്കൽ അവിടെ നടക്കുന്നു. താൻ അവരെ വിളിച്ചു ചേർത്തു. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗലീലായിൽ വെച്ച് 3.5 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു ചേർത്തുവെങ്കിൽ ആ ഗലീലായിൽ തൻ്റെ യാത്ര വീണ്ടും പര്യവസാനിച്ചിട്ട് 3.5 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് പറയുകയാണ്, നിങ്ങളിനി പോകുവീൻ. ഇന്ന് വരെ ഞാൻ നിങ്ങളെ വിളിച്ചു ചേർത്ത് എന്നോടൊപ്പം നിങ്ങളായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ പോകുവീൻ, സഞ്ചരിക്കുവീൻ. എവിടെ വരെ? ലോകത്തിൻ്റെ അന്ത്യത്തോളം സഞ്ചരിക്കണം. അവിടെ നിങ്ങൾ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി സഭയിൽ ചേർക്കാനുള്ള പുതിയ ചുമതല അവരെ ഫലമേൽപ്പിക്കുന്നു. ഉയർപ്പ് പെരുന്നാളെന്ന് പറയുന്നത് ഫലമേൽപ്പിക്കലിൻ്റെ പെരുന്നാളാണ്. ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഫലമേൽപ്പിക്കുകയാണ്. ഉയർപ്പിൻ്റെ സന്തോഷത്തിന് പങ്കെടുക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം കാണുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സന്തോഷത്തിൽ പങ്കാളികളാകുമ്പോൾ, നോമ്പ് നോക്കിയില്ലെങ്കിലും നോമ്പ് വീടിയ ആചരിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സാധാരണ ആധ്യാത്മിക ജീവിതം ഇന്ന് അങ്ങനെയാണ് അവസാനിക്കുന്നത്. നോമ്പ് നോക്കുന്നതിൽ വലിയ താല്പര്യമില്ലെങ്കിലും നോമ്പ് വീടി ആചരിക്കുന്നതിലും അതിനുവേണ്ട എല്ലാ പൊടിപ്പും തൊങ്ങലോടുകൂടി ചേർന്ന് അത് നിർവഹിക്കുന്നതിന് താല്പര്യമുണ്ട്. എന്നാൽ കർത്താവിടെ നിർവഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു പരിസമാപ്തിയല്ല. കർത്താവ് ഒരു ചില ഭരമേൽപ്പിക്കലാണ് നിർവഹിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരെ തന്നെ ഭരമേൽപ്പിക്കുന്നു, നിങ്ങൾ പോകുവീൻ, ലോകത്തിൻ്റെ അതിർത്തികളോളം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുവീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിനുള്ള ഭാഗം സ്ലീബ ആഘോഷത്തിൻ്റെ സന്ദർഭത്തിൽ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ, നിങ്ങൾ എൻ്റെ സ്നേഹിതരാകണ്, നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, നിങ്ങൾ സ്നേഹിതന്മാരാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, ഇതാകുന്നു ഞാൻ നിങ്ങൾക്ക് തരുന്ന പുതിയ കൽപ്പന. ഈ പുതിയ കൽപ്പന പ്രാപിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നതിന്, പരസ്പരം സന്തോഷം പങ്കുവെക്കുന്നതിന്, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്വം കാണുന്നതിന്, ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിന് നമുക്കിടയാകട്ടെ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ഇത് നമുക്ക് തന്നിരിക്കുന്ന അടയാളമാണ്. ഇന്നെവിടെയും അടയാളം അന്വേഷിക്കുന്ന ലോകമാണ്. എവിടേക്ക് സഞ്ചരിക്കണം, എവിടേക്ക് സഞ്ചരിക്കരുത് എന്നുള്ളതിനൊക്കെയും അടയാളങ്ങളുണ്ട്. വ്യക്തികളെ തിരിച്ചറിയുന്നതിന് അടയാളങ്ങളുണ്ട്. സ്ഥാപനങ്ങൾ തിരിച്ചറിയുന്നതിന്, റോഡുകൾ തിരിച്ചറിയുന്നതിന് ഒക്കെ ചൂണ്ടുവലകളും അടയാളങ്ങളും ഉണ്ട്. എങ്കിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന അടയാളമാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം നിങ്ങളെ തിരിച്ചറിയും. ഈ സ്നേഹത്തിൻ്റെ വലിയ സന്ദേശം ഉൾക്കൊള്ളുന്നതിന് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ സംബന്ധിച്ചുകൊണ്ട് ആ തിരുശരീരത്തെ അനുഭവിച്ച്
ഒരു പുതിയ ജീവൻ്റെയും ചൈതന്യത്തിൻ്റെയും അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.